ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണം അല്ലേ? ഞങ്ങളിവിടെ സുഖമായി അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉറങ്ങി എണീറ്റ് വന്നപ്പോൾ തന്നെ കണ്ടത് ഈ മഴക്കാറോട് കൂടിയ ഒരു അന്തരീക്ഷമായിരുന്നു. കണ്ടപ്പോൾ തന്നെ സ്പോട്ടിൽ എനിക്ക് മടിയും സ്റ്റാർട്ടായിട്ടാണ്. പിന്നെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഈവനിങ് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു മോഡ് ഓഫ് എക്സസൈസ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ലെന്ന് ഞാൻ മനസ്സിന് ഉറപ്പിച്ചിട്ട് നേരെ പോയി കിടന്നുറങ്ങി. എണീറ്റതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെന്താ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് ശരത്തേട്ടൻ എത്തിയത്. ശരത്തേട്ടൻ എന്നൊരു സൈറ്റ് വിസിറ്റ് ഉണ്ടായിരുന്നു. പോയി വന്നപ്പോൾ കയ്യിലൊരു ലോഡ് ഡോണറ്റ്സ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ശരത്തേൻ്റെ ഒരു വേ ഓഫ് എക്സ്പ്രസിങ് സ്നേഹം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്ക് ഋതുവിനും ഭയങ്കര ഇഷ്ടമാണ് മധുരമുള്ള ഐറ്റംസ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മധുരമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടാകുന്നത് ഡങ്കിൻ ഡോണറ്റാണ് കേട്ടോ. ഡോണറ്റ്സിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതെ കൂടുതൽ ഇഷ്ടം ഡങ്കിൻ ഡോണറ്റ്സ് ആണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാനൊരു ഡയറ്റും പിന്നെ വെയിറ്റ് ലോസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ശരത്തേൻ്റെ ഒരു തോട്ടിൽ ഞാൻ ഡയറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരിക്കലും എന്നോട് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും സ്കിപ്പ് ചെയ്തിട്ടുള്ള ഡയറ്റ് കാര്യങ്ങൾ വേണ്ടെന്നാണ് പറയാറുള്ളത്. മാക്സിമം നീ എക്സസൈസ് ചെയ്യുക, പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക, കുറച്ച് ലിമിറ്റ് ചെയ്തിട്ട് മധുരം കാര്യങ്ങളൊക്കെ കഴിച്ചാൽ മതി. ഇത് കാരണം തന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരെണ്ണം ഫുള്ള് കഴിച്ചു. കാരണം ഈവനിങ് ഡാൻസ് ക്ലാസ് ഉണ്ടല്ലോ. ഈവനിങ് ആയപ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സിന് സ്കിപ്പ് ചെയ്ത് നേരെ പോയി ഞങ്ങൾ നെസ്റ്റോയിൽ ഗ്രോസറി ഷോപ്പിങ്ങിനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വീക്ക്ലി പർച്ചേസിങ്ങിന് പോകാറുണ്ടല്ലോ, അവിടെ വീഡിയോ അലൗഡ് അല്ല കേട്ടോ പർച്ചേസിങ് സമയത്ത്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ അതായത് മുകളിൽ ടോപ്പ് ഫ്ലോറിൽ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് കുട്ടികളുടെ. അപ്പോൾ അവിടെ ഋതുവിന് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. അത് 3 റൗണ്ടാണ് ഇന്നലെ അവൻ അതുമ്പോൾ തന്നെ ഇരുന്നിട്ട് കളിച്ചിട്ടുള്ളത് കേട്ടോ. കുറച്ച് നേരം അവനായിട്ട് അവിടെ ഇരുത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാറിൽ സാധനങ്ങളൊക്കെ വെച്ച് ഇന്ന് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ പുറത്തുനിന്ന് എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി സംഭവം ട്രൈ ചെയ്യാം. എന്നും നമ്മൾ എല്ലാ വീക്കെൻഡ്സിലും നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ മന്തിയൊക്കെ തന്നെയായിരിക്കും കഴിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിങ്ങനെ തപ്പി പോവാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഋതുവും കൂടി വന്നതിൻ്റെ ശേഷം നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനും കൂടി ഓക്കെ ആയിട്ടുള്ള ടൈപ്പ് റെസ്റ്റോറൻറ്റാണ് നമ്മൾ കൂടുതൽ നോക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മന്തിയിലൊക്കെ ഒരു സമയത്ത് ഫുള്ള് സ്റ്റക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ അവനും കൂടി ഓക്കെ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഏതാണെന്നുള്ളത് ഇങ്ങനെ നോക്കി നമ്മൾ പോവുമായിരുന്നു. പിന്നെ ഋതു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ ഇന്നലെ. കാരണം ഇന്നലെ ഡാൻസ് ക്ലാസ്സിലേക്ക് നമുക്ക് പോകാത്ത കാരണം തന്നെ അവൻ ഫുഡ് കഴിച്ചതിന് ശേഷം അവന് കുറച്ച് കൂടുതൽ നേരം ഉറങ്ങാൻ പറ്റി. ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം അവന് ശരത്തേണ്ണ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അത് കാരണം തന്നെ അവൻ നല്ലൊരു ഉഷാറിലായിരുന്നു. നമ്മൾ ഫുൾ അവിടെ എത്തണ വരെ ആൾ ഫുൾ ഓൺ ഫുൾ പവർ ആയിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഒരു 1-2 റൗണ്ട് ഓഫ് ഉറക്കത്തിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അവൻ്റെ കാറിൽ നിന്ന് തന്നെ. പിന്നെ ഈ ഇത് എയർപോർട്ട് റോഡാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. കാരണം ഞാനിപ്പോൾ 2.5 വർഷമായി ദുബായിൽ വന്ന സമയത്തൊക്കെ നമ്മൾ എയർപോർട്ട് ഇത്ര അടുത്തുനിന്ന് കാണുമ്പോൾ അന്ന് നമ്മൾ മെട്രോയിലാണ് പോയിരുന്നൊക്കെ. അന്നിങ്ങനെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. എത്രയ്ക്കധികം ഫ്ലൈറ്റ്സ് ഇങ്ങനെ ഒരുമിച്ച് നിർത്തിയിട്ടൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറൈറ്റി പിടിക്കാൻ പറഞ്ഞിട്ട് എത്തിയത് വേറെ എങ്ങോട്ടും അല്ല, നെഹദി മന്തിക്കാണ് കേട്ടോ വന്നത്. നമ്മൾ എന്നൊക്കെ വെറൈറ്റി ഫുഡ് നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവസാനം നമ്മൾ എത്തുന്നത് ഒന്നെങ്കിൽ നെഹദി മന്തി അല്ലെങ്കിൽ സംസം മന്തി. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണാവുന്ന ഉറപ്പാണ് കേട്ടോ. പിന്നെ ഇന്ന് പ്രാവശ്യം നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന കാരണം തന്നെ മട്ടൻ മന്തി കഴിക്കാനാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തോ ഇതിന് മട്ടൻ മന്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ട്രൈ ചെയ്യുമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് നോർമൽ ചിക്കൻ മന്തിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നോർമൽ മട്ടനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് ഞാൻ കഴിക്കില്ല, ശരത്തേട്ടൻ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ശരത്തേട്ടന് വലിയൊരു ഇഷ്ടമല്ല ബീഫ് മന്തി. അപ്പോൾ ഞങ്ങൾ ചാർക്കോളിൻ്റെ ചിക്കൻ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരത്തേട്ടന് ഹണി പെരിപെരിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഋതുവിന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മെനു ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് നോക്കി പിന്നെ അതിൽ ഫിഷിനെ കാര്യങ്ങളൊക്കെ കാണിച്ച് തരാനൊക്കെ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. പിന്നെ അതേ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തപ്പോൾ അവർ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സൂപ്പും സാലഡ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ സൂപ്പ് ഋതു കഴിക്കില്ല കേട്ടോ. അതിന് ആ കുരുമുളകിൻ്റെ ആ എരിവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം തന്നെ അവൻ കഴിക്കാറില്ല. സാലഡ് അവൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു കുക്കുംബർ ക്യാരറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ അവന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ അവനൊന്ന് കഴിച്ചു. അപ്പത്തിന് നമ്മുടെ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. ഹണി പെരിപെരിയുടെ ടേസ്റ്റ് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ. ശരത്തേട്ടന് ഇഷ്ടമായി അതിൻ്റെ ടേസ്റ്റ്. അതെനിക്ക് ഭയങ്കരമായിട്ട് മധുരം തോന്നി കേട്ടോ. ഞാൻ നോർമൽ ചാർക്കോൾ ചിക്കനായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു. ഋതുവിന് പിന്നെ അതിൻ്റെ റൈസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. നമ്മൾ കുറച്ച് നേരം വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ എന്താ ലാസ്റ്റ് അവിടുത്തെ ലുക്കിമത്തും പിന്നെ പട്ടട്ട ചായയും കൂടിയും കുടിച്ചപ്പോൾ എൻ്റെ ഡയറ്റ് കംപ്ലീറ്റ് ആയി ഇന്നത്തോട് കൂടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലെത്തി. നമ്മൾ സാധനങ്ങളൊക്കെ ആദ്യം ഞങ്ങൾ ട്രോളി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ തന്നെ തൂക്കി എല്ലാതും വരികയാണ് ചെയ്തത്. നമ്മൾ റൂമിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.